ഇവിടെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരെ സ്നേഹപൂർവ്വം അവിടുന്ന് മാറ്റിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലരും അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. ആ ശ്രമം തുടരും. പക്ഷേ ഭക്ഷണം കൃത്യമായിട്ട് അവർക്ക് എത്തിക്കുക എന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ നടപടികളായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ട്രൈബൽ പ്രൊമോട്ടർമാരുണ്ട്. അവരെയും കൂടി അതിനായി പ്രത്യേകമായിട്ട് ഉപയോഗിക്കുക എന്നാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഒരു മഹാദുരന്തമാണ് സംഭവിച്ചത്. ഈ ദുരന്തത്തിൽ നിന്ന് വേറൊരു ദുരന്തത്തിലേക്ക് പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഭാഗമായി വരാനിടയുള്ള മറ്റൊരു ദുരന്തം പകർച്ചവ്യാധിയാണ്. അപ്പോൾ പകർച്ചവ്യാധി തടയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെല്ലാവരും സഹകരിക്കണം. അതിനാവശ്യമായ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന എല്ലാ മുന്നറിയിപ്പുകളും അംഗീകരിച്ചു പോകണം. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലം, അവിടെ ആളുകൾ തടിച്ചുകൂടൽ, അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന നില സ്വീകരിക്കണം. ഇപ്പോൾ യോഗത്തിൽ, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ വന്നൊരു നിർദ്ദേശം, ഈ ബോഡി തിരിച്ചറിയുന്നതിന് ബന്ധുക്കൾ ചെല്ലുമല്ലോ, അവിടെയും അനാവശ്യമായിട്ട് ആളുകൾ തള്ളിക്കയറുകയാണ്. അപ്പോൾ അവിടെ ബന്ധുക്കളായിട്ടുള്ളവർ പോയി കാണുക എന്നല്ലാതെ മറ്റുള്ളവർ തള്ളിക്കയറി നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്രമീകരണം പൊതുവേ നമ്മൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ മനുഷ്യർ മാത്രമല്ല, ധാരാളം വീട്ടുമൃഗങ്ങൾ ചത്തൊടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി വരുന്ന ദുരന്തമുണ്ട്. അതും കൃത്യമായി സംസ്കരിക്കാനാവണമെന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ പ്രവർത്തനം ഏതാനും ദിവസം കൊണ്ടോ ഏതാനും ആഴ്ച കൊണ്ടോ നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കുറച്ച് നാളെടുത്ത് ഈ പ്രശ്നമാകെ പരിഹരിക്കേണ്ടതായിട്ട് വരും. അപ്പം അതിന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ തന്നെ ഒരു 12ഓളം മന്ത്രിമാരിവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും സ്ഥിരമായിട്ട് ക്യാമ്പ് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഞങ്ങളതിൽ കാണുന്നത് ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ റവന്യൂ മിനിസ്റ്റർ, നമ്മുടെ വനം വകുപ്പ് മന്ത്രി, PWD ടൂറിസം മന്ത്രി, SC/ST മന്ത്രി, ഇങ്ങനെ 4 മന്ത്രിമാരടങ്ങുന്ന ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കാര്യങ്ങൾ തുറന്ന് ഏകോപിച്ച് കൊണ്ടുപോകുന്നതിനായിട്ട്. അതോടൊപ്പം ഇപ്പം തന്നെ പ്രത്യേക ചുമതലയായി ഇവിടെ ശ്രീറാം സാംബശിവറാവു IAS ചുമതലയേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം തുടരും. കൗശികൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായവും ഇവിടെ തുടരുന്നതാണ്. ആ തരത്തിലൊരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ ഫലപ്രദമായി പ്രവർത്തിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി വീടാകെ നഷ്ടപ്പെട്ടു പോയപ്പോൾ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും. ആ സർട്ടിഫിക്കറ്റുകൾ നേരത്തെയും ഇത്തരം ചില ദുരന്തങ്ങൾ നഷ്ടപ്പെട്ടു പോയത് നമ്മൾ പുനഃസൃഷ്ടിച്ചു കൊടുത്തിരുന്നു. ആ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പൊതുവെ നടന്ന പ്രവർത്തനങ്ങളിൽ പൊതുവിൽ ഇത്തരമൊരു ദുരന്തമുഖത്ത് നടത്താൻ കഴിയുന്ന പ്രവർത്തനം നടത്തി എന്നൊരു സംതൃപ്തിയാണ് ആളുകൾക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇനിയും അതേ രീതിയിൽ തുറന്ന് ഏകോപിതമായി പ്രവർത്തനം നടത്തി പോകണം. അതിന് എല്ലാവരും ഒന്നിച്ചുണ്ട് എന്ന വാഗ്ദത്വവുമാണ് ഇവിടെ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനുള്ളത്. അത് ഈ ഇവിടെ തന്നെ അഭിപ്രായങ്ങൾ വന്നു. വാടക വീട് അത്രയധികം കിട്ടാൻ ഇവിടെ ഉണ്ടാവില്ല എന്നൊരു അഭിപ്രായം തന്നെ വന്നു. അതൊക്കെ നമ്മൾ ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമാണത്.
ഇപ്പം നമ്മൾ തൽക്കാലം വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. എന്നാൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഇതൊന്നും ഒഴിവാക്കപ്പെടുന്നതല്ല, എല്ലാം പരിശോധിക്കുന്ന കാര്യമാണ്. അല്ല, അത് മറികടക്കേണ്ടവരാണല്ലോ മറികടക്കേണ്ടത്. നമ്മൾ ദേശീയ ദുരന്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, തടസ്സക്കാരല്ലേ അത് പറയേണ്ടത്. ഞങ്ങൾ ഇപ്പോൾ തടസ്സമായിട്ടല്ല പറയുന്നത്. ഇത് വേണമെന്നല്ല, നമ്മൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് ശരീരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ശ്രമം തുടരേണ്ടതുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രദേശത്ത്, ആ പ്രദേശത്ത് മണ്ണിങ്ങനെ അടിഞ്ഞു കിടക്കുന്നു, അത് അതിൻ്റെ കെട്ടിടങ്ങളുണ്ട്, ആ കെട്ടിട അവശിഷ്ടങ്ങളുണ്ട്, അതിനടിയിൽ ആളുകളുണ്ടോ എന്നുള്ളത് ഇതെല്ലാം നോക്കണ്ടേ. ഇപ്പോഴല്ലേ മെഷീനറി അങ്ങോട്ട് നീങ്ങുന്നുള്ളൂ. ആ പ്രവർത്തനങ്ങൾ തുടരും. അതൊക്കെ എന്താണെന്നറിയോ, ഈ നമ്മൾ കാണേണ്ടത്, നമ്മളിവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പൊതുവേ നടക്കുകയാണ്. ഇപ്പോൾ ഒരു ക്യാമ്പിൽ ഇവിടെ ഉണ്ടായൊരു അനുഭവമാണ്. ഈ യോഗത്തിൽ വന്ന ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഒരാൾ പറയുകയാണ്, അയാൾ ആ ക്യാമ്പിൽ എല്ലാ സ്ഥലത്തും പോയി, എല്ലാ വീട്ടിലും അവിടെയുള്ള എല്ലാ കുടുംബത്തെയും കണ്ടു. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു, ഒന്നുമില്ല, എല്ലാം നല്ല നിലക്ക് തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ വന്നിട്ട് ഭക്ഷണം കിട്ടുന്നില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഏതാ ഭക്ഷണം കിട്ടാതെ, എന്താ അത്? അല്ല, ഇപ്പം കിട്ടി. അപ്പോൾ ഇങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വേറൊന്ന് പറഞ്ഞത്, വേറൊരാൾ ഈ പുറത്ത് വന്നിട്ട് ഇങ്ങനെ പറയാണ് പോലും, പുറത്ത് ക്യാമ്പിനകത്തുള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല, പുറത്തുനിന്ന് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ സാധനം കിട്ടുന്നില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഏത് സാധനമാണ് കിട്ടാത്തത്? അതിന് മറുപടിയില്ല. അപ്പോൾ ഇങ്ങനെയൊരു തെറ്റായ പ്രചരണം നടത്തുന്ന വളരെ അപൂർവ ആളുകൾ, അതൊരു പ്രത്യേക മാനസിക അവസ്ഥക്കാരാണ്. അവരെ നമ്മൾ ഗൗനിക്കേണ്ടതില്ല. അത്തരം ആളുകളെ മാറ്റി നിർത്തുക. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണല്ലോ. നമ്മളത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചതാണല്ലോ. അത് നല്ല രീതിയിൽ തന്നെ ആളുകൾ കണ്ടുകൊണ്ടാണല്ലോ ഈ കേരളമാകെ അതിൻ്റെ ഭാഗമായി അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളാണിപ്പോൾ അതിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. മറ്റത് ചിലർ, നിങ്ങൾക്കറിയാലോ പറയുന്ന ആളുകളെ പറ്റിയൊക്കെ, അവരവർ. சன் நியூஸ் வாட்ஸ்அப் சேனலை ஃபாலோ செய்யுங்கள். QR கோடை ஸ்கேன் செய்து சன் நியூஸோடு இணைந்திருங்கள்.